ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു സിനിമാ താരത്തിൻ്റെ വൈറൽ വീഡിയോ കണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സിനിമാ താരം ഒരു സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പലരും അത് ചോദിച്ചു, ഒരു സിനിമാ താരത്തിന് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമോ, ഈ താരം ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ വൈറലാകാൻ കാരണം തന്നെ ആ താരത്തിനെ മലയാളികൾ അത്രമേൽ നെഞ്ചേറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയിലെ സഹോദരി സങ്കല്പമായിരുന്നു ആ താരം. നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ സഹോദരിയായി സിനിമയിൽ തിളങ്ങിയ ഉഷയാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം. അപ്പം ഞാനുണ്ടല്ലോ, എന്താണ് ഈ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയും, ഇത്ര നിഷ്കളങ്കമായി ഒരു സ്കൂട്ടറിൻ്റെ പുറകിൽ ഇരുന്ന് പോകുന്ന ഒരു നടി. എനിക്ക് ചേച്ചി വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചേച്ചി ഭയങ്കര എൻഗേജ്ഡ് ആണ്, ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. ശരിക്കും പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. ശരിക്കും ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ അഭിനയിക്കുന്നുമുണ്ട്, കൂടാതെ ആലപ്പുഴയിൽ എനിക്കൊരു നൃത്ത വിദ്യാലയമുണ്ട്, തിമിർപ്പ്. ഇപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ അതിൻ്റെ വെക്കേഷൻ ക്യാമ്പ് നടക്കുന്നു. സൺഡേ ടു ഫ്രൈഡേ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ ആ കുട്ടികളുടെ കൂടെയാണ്. കൂടാതെ പൊതുപ്രവർത്തന രംഗത്തുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി അംഗമാണ്, സജീവ പ്രവർത്തകയാണ്. അപ്പോൾ അതിൻ്റേതായ 2-3 സംഘടനയുടെ ആലപ്പുഴ ഏരിയയുടെ ഭാരവാഹിത്വമുണ്ട്. അപ്പോൾ അതുമൊക്കെ അതിൻ്റേതായ കുറേ പരിപാടികളുണ്ട്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു 7-ാം നമ്പർ ബൂത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്ക് പറയണ്ടല്ലോ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട നല്ല തിരക്കുണ്ടായിരുന്നു. ശരിക്കും ആലപ്പുഴയിൽ ഭയങ്കര എൻഗേജ്ഡ് ആണല്ലേ? അതെ. പക്ഷെ ആലപ്പുഴയ്ക്ക് വെളിയിൽ ചേച്ചി എൻഗേജ്ഡ് അല്ലാത്തതിന്റെ ലക്ഷണമായിരുന്നു ആ വീഡിയോ അത്രയ്ക്ക് വൈറലായത്. ശരിക്കും അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും അങ്ങനെ ഒരു വീഡിയോ വൈറലാവുന്നതും അറിഞ്ഞിരുന്നോ? ഇല്ല, എനിക്ക് കുറേ പേര് വാട്സപ്പിൽ അയച്ചു തന്നു. അത് ഒരു സ്റ്റില്ല് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ താരത്തെ അറിയാമോ 90കളിൽ, അത് പെട്ടെന്ന് മുഴുവനായിട്ടില്ല, അവർ അത് ആ ടൈറ്റിൽ മാത്രമുള്ള ഒരു ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഞാനാണല്ലോ ഇത് എവിടെ നിന്ന് എടുത്തു, ഇത് ആരെടുത്തു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് ദിവസം ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ തിരക്കായതുകൊണ്ടാണ്, ആ സമയത്ത് നല്ല തിരക്ക്, ഓടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമയമല്ലേ, ഓടി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഉൾപ്പെടെ കണ്ണീർ പൂവിൻ്റെ കവിളത്തലോടി പാട്ടും, പിന്നെ അതിൻ്റെ താഴെ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആൾക്കാർക്കൊക്കെ എന്നെ എന്തൊരു ഇഷ്ടമാണ് എന്നുള്ള ഒരു പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടറിൻ്റെ, അപ്പോൾ അതിനകത്ത് കമൻസിലുണ്ട് ഭർത്താവായിട്ടല്ലേ പോകുന്നത്, പിന്നെ പ്രധാനപ്പെട്ട ഒരു കുറ്റവും കൂടെ ചെയ്തിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നുള്ള ഒരു കുറ്റവും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല ഒരു കരുതൽ എന്നോട് ആൾക്കാർക്ക്, പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ് താഴെ കിടക്കുന്നു, അത് അപകടം ഉണ്ടാകും, സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് ആ കമൻസ് വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ നേരെ ഇത് എവിടെ വെച്ച് എടുത്തതാണെന്ന് എനിക്ക് അങ്ങോട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ആലപ്പുഴയിൽ ഈ പല സ്ഥലത്തും ഞാൻ ഇതുപോലെ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും 2 വീലറിലാണ് ഞാൻ ആകെ ഒരു ഹെൽമെറ്റ് അഡീഷണൽ വെക്കാറുണ്ട്. ഹെൽമെറ്റ് അന്ന് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. ഹെൽമെറ്റ് വെക്കാൻ ഞാൻ LC ഓഫീസിലോട്ട് പോകുമായിരുന്നു. LC ഓഫീസിൽ പിന്നെ കമ്മിറ്റി MLA H സലാം പങ്കെടുക്കുന്ന ഞങ്ങളുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ മേഖലകളുടെ 2 മേഖലയുടെയും കമ്മിറ്റി LC ഓഫീസിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പോകാൻ താമസിച്ചു പോയി. അപ്പോൾ ഞങ്ങളുടെ 7-ാം നമ്പർ ബൂത്തിൻ്റെ പ്രസിഡന്റ് ഫൈസലിൻ്റെ സ്കൂട്ടറിൽ കയറിയാണ് ഞാൻ പോയത്. ബൂത്ത് ഓഫീസിൽ നിന്ന് താമസിച്ചിട്ട് അവിടെ നിന്ന് വെളി വന്നപ്പോൾ ഞങ്ങൾ ഇതിവിടെ ഇങ്ങനെ പടിഞ്ഞാറ് ബീച്ചിലാണ് LC ഓഫീസ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആ ക്രോസിൽ ഞങ്ങൾ വന്നപ്പോൾ താമസിക്കുകയും ചെയ്തു, പിന്നെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുകയും ചെയ്തു. ഞങ്ങൾ അവിടെ വന്ന് ഗേറ്റ് തുറക്കാൻ വെയിറ്റ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് ഒരു കാറിൽ, ഞങ്ങളുടെ സൈഡിൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറേ വണ്ടികൾ വന്ന് നിൽക്കുമല്ലോ ഗേറ്റ് അടക്കും. അപ്പോൾ ഒരു കാറിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അതിൽ ഒരാൾ എന്നെ നോക്കി വല്ലാതെ ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഹായ് എന്ന് കാണിച്ചു, എന്നെ മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഹായ് എന്ന് കാണിച്ചു, അയാളും ഹായ് കാണിച്ചു, കാറിലിരുന്നവരോടൊക്കെ എന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ അവർക്കുമൊക്കെ ഹായ് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, വീണ്ടും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ഫോൺ എടുത്തിങ്ങനെ
ഒരു ഫോട്ടോ എടുക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷെ അവർ ആലപ്പുഴയിലുള്ളവരല്ല എന്നാണ് തോന്നുന്നത്. കാരണം ആലപ്പുഴയിലുള്ളവർക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നെ കാണുന്നതിലൊന്നും. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെയൊക്കെ കാണും. അപ്പോൾ ഇത് ആലപ്പുഴ വിട്ട് ബീച്ചിലോട്ട് വന്ന ഏതോ ഒരു ഫാമിലിയാണ്. അപ്പോൾ അതെടുത്തു, അത് ഞങ്ങളങ്ങ് പോയി. ഇത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫൈസലിനെ വിളിച്ചു വെച്ചപ്പോഴാണ് ഓർമ്മയില്ലേ, എന്നെ ഇവിടെ എല്ലാവരും ഹസീന എന്ന് തന്നെ വിളിക്കുന്നത്, എൻ്റെ യഥാർത്ഥ പേര് ഹസീനയ്ക്ക് ഓർമ്മയില്ലേ, നമ്മളന്ന് പോയപ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ച ഒരാൾ ഇങ്ങനെ ഹായ് ഒക്കെ, ശരിയാ ആ പുള്ളിയാണെങ്കിൽ ആരാണെന്നൊന്നും എനിക്കറിയില്ല. അതാണ് അത് നടന്നത് സത്യം. അത് അങ്ങനെ ആ ഒരു വീഡിയോ അതിന്റെ ഫോട്ടോസും ഒക്കെ ആണെങ്കിൽ വൈറലായി. അങ്ങനെയാണ് വീണ്ടും ഉഷ എന്ന നടിയിലേക്ക് ആൾക്കാർ കുറേ നാളിന് ശേഷം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഉഷ എന്ന് പറയുന്ന നടിക്ക് അറിയപ്പെടാത്ത കുറേ ജീവിത കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് നമ്മൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ അറിഞ്ഞു. ഇനി എനിക്കറിയേണ്ടത് ഒരു കാര്യമുള്ളൂ. ഈ സിനിമയിൽ നിന്ന് കുറേ വിട്ടുനിന്നു, ഒരു ഇടയ്ക്ക് വെച്ച് സിനിമ കുറേ ഉപേക്ഷിച്ചു, അങ്ങനെ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. ആ കാലഘട്ടം അതെന്തായിരുന്നു ചെയ്തത്? ആ കാലഘട്ടത്തിൽ സിനിമയിൽ നിന്ന് ഞാൻ ശരിക്കും മാറി നിന്നിട്ടില്ല. അവസരങ്ങൾ ഇല്ലാതായിട്ടുള്ളത് തന്നെയാണ്. പടങ്ങളിൽ ഒരു കാലത്ത് നന്നായി ബിസിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സിനിമയുടെ ട്രെൻഡ് മാറുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾക്ക് ആ ക്യാരക്ടർ റോള് ഇല്ലാതായി. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതായി. അപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ നല്ലൊരു കഥാപാത്രത്തിനല്ലേ എന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിളിച്ച കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്നെ വിളിക്കാത്തത് കൊണ്ട് പിന്നെ പടങ്ങളൊക്കെ അങ്ങ് തീരെ കുറഞ്ഞു. ആ സമയത്ത് പിന്നെ എൻ്റെ മാരേജ്, എൻ്റെ ഫാദറിൻ്റെ മരണം, അപ്പോഴും ഞാൻ ലൊക്കേഷനിലാണ്, അഭിനയിക്കുന്നില്ല. പിന്നെ തീരെ അപ്പോഴൊന്നും അഭിനയിക്കാതെ ഇരുന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ട് ബാംഗ്ലൂർ നടക്കുന്ന സമയത്താണ്, അവിടെ വെച്ചാണ് എൻ്റെ ഫാദർ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ മാരേജ് കഴിഞ്ഞത്. അതിനുശേഷം അഭിനയിക്കുന്നുണ്ട്. കൈരളിയിലെ താരോത്സവം പോലുള്ള റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നല്ല വർക്കുകളൊക്കെ ഉണ്ട്. സജീവമായിട്ടുള്ള സിനിമ അഭിനയം ആ സമയത്തും ഇല്ല. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ സഹോദരന്മാർ രണ്ടുപേരും ഫിലിം ഫീൽഡിൽ തന്നെ, എൻ്റെ ഹസ്ബൻഡും ഫിലിം ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടുപോയി എന്ന് എനിക്ക് അങ്ങോട്ട് കാരണം സീരിയലും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ സജീവമല്ല എന്നേ ഉള്ളൂ. സീരിയൽ ചെയ്യുന്നുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളുടെ വീട്ടിലെപ്പോഴും സിനിമക്കാരുടെ സാന്നിധ്യമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ പൊതു വെള്ളിത്തിരയിലെ ഒരു വെള്ളി വെളിച്ചമുണ്ടല്ലോ, അതൊരു നമ്മൾ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സംഭവം, അതിൽ നിന്ന് എന്തായാലും മാറി നിന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പക്ഷെ ഞാൻ ഈ ചോദിക്കാൻ പോകുന്നത്, ഒരു പക്ഷേ അതൊരു വിവാദമായ കാര്യമാകാം, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിക്കുക, ഞാൻ കുറേ കമൻറ്റുകൾ വായിക്കാറുണ്ട് ഈ ചേച്ചിയുടെ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്തയോ ഒക്കെ വരുമ്പോൾ അവസരങ്ങളെക്കുറിച്ച് തന്നെയുള്ളൊരു, എവിടെയോ ഞാൻ വായിച്ചതാണ്, മലയാളത്തിൻ്റെ മെഗാതാരം ചേച്ചിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു കമൻറ്റ് ഞാൻ ഇങ്ങനെ കണ്ടു. അത് ഞാനും ഈ കമൻറ്റിൽ വായിച്ചു. മമ്മൂക്കേൻ്റെ അവസരമില്ല, മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കി. അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ എഴുതിയെന്ന്. പക്ഷേ ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനത് അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻ്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. ചേട്ടനോട് പറഞ്ഞു, ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചോദിക്കണ്ട, മമ്മൂക്കായും ഉണ്ട് അവിടെ, ജനറൽ ബോഡിക്ക് എല്ലാവരും ഉണ്ടാവും, വേണ്ട ചോദിക്കണ്ട, എനിക്കതിൽ സങ്കടമൊന്നുമില്ല, പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം. കാരണം ഞാനും മമ്മൂക്കായും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവൻ വിചാരിച്ചാലേ എനിക്ക് എന്തും കിട്ടൂ എന്നാണ് എൻ്റെ വിശ്വാസം. പടച്ചവൻ തരണ്ട എന്ന് വിചാരിച്ച ഒരു സാധനം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല, അത് തടുക്കാനും പറ്റില്ല. ആ വിശ്വാസത്തിലാണ് ഞാനെന്ന് മാത്രം. ഇല്ല, ഞാനിപ്പോൾ ചോദിക്കാൻ മതി, വേണ്ട ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാനതങ്ങ് ഒഴിവാക്കി. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്. മാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, അതെന്തോ ആയിക്കോട്ടെ, ഈ കമന്റുകൾ ഈ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് എങ്ങനെ ആൾക്കാർ അറിഞ്ഞു എന്നുള്ളതാണ് എനിക്കറിയാം. സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. അത് ആ ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ഇരിക്കുന്നതുകൊണ്ടാണ് ചേച്ചിയുടെ മുമ്പിൽ ഞാനിപ്പോൾ ഇരിക്കേണ്ടിയും വന്നത്. ഈ ഒരു വീഡിയോ വൈറലായി, ആ ഒരു ഫോട്ടോയും വീഡിയോയും കണ്ടതിന് ശേഷം ഞാൻ ആദ്യം പോയി കണ്ടത് കോട്ടയം കുഞ്ഞൻ എന്ന സിനിമയാണ്. കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ്. കിരീടവും ചെങ്കോലും ഒക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ വരുന്നതിന് മുമ്പ് ഞാൻ കോട്ടയം കുഞ്ഞൻ എന്ന് കണ്ടു.
കോട്ടയം കോച്ച് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സിനിമ, കാരണം ഭയങ്കര ഹാപ്പിയാണ് ആ സിനിമ കാണുമ്പോൾ. നമുക്കൊരു അതിൻ്റെ ഫസ്റ്റ് ഇൻട്രോ സോങ് മുതൽ ആ സിനിമ അങ്ങ് വല്ലാതെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സിനിമയുടെ സംവിധായകനുമായിട്ടായിരുന്നു ചേച്ചിയുടെ ആദ്യ വിവാഹം. ആ വിവാഹത്തിലും ഈ പറഞ്ഞ ഈ ഒരു മമ്മൂക്കയുടെ ഒരു ഇടപെടലോ മമ്മൂക്കയുടെ ഇഷ്ടമില്ലായ്മ എന്തൊക്കെയോ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് മമ്മൂക്കയുടെ അടുത്ത് എൻ്റെ ഫാദറും പോയി പരാതി പറഞ്ഞു. പിന്നെ സുരേഷ് ഏട്ടൻ്റെ അമ്മയും അച്ഛനും പരാതി പറഞ്ഞു. രണ്ടുപേരും പുള്ളിയെടുത്ത് നിന്നാൽ പരാതി വന്നു. അപ്പം പുള്ളി രണ്ടുപേരെയും എന്നെ ഉപദേശിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ പുള്ളിയെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് ആ ഉപദേശം ഫലവത്തായില്ല. ഞങ്ങളുടെ മാരേജ് പെട്ടെന്നങ്ങ് കഴിഞ്ഞു. അപ്പം അതിൽ പുള്ളിക്ക് എന്നോടതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. അത് പറയാനുള്ളൊരു സാഹചര്യവും അങ്ങനെയുള്ളൊരു ഒരാളാണോ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ കാലം അദ്ദേഹം ഫാമിലിയായിട്ട് ജീവിക്കുന്നു. 18 വർഷം കഴിഞ്ഞ് എനിക്കും നല്ലൊരു ജീവിതം കിട്ടി. എൻ്റെ ഹസ്ബൻഡും നല്ല ഒരു വ്യക്തിയാണ്. സുരേഷ് ബാബുവായിട്ടും സുരേഷ് ഏട്ടനുമായിട്ടും ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. സജിയുടെ സീരിയലാണ് ഞാനിപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞത്. TS സജി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അന്നേ സജി അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ സംസാരിക്കണ്ട. അത് വിട്ടത് ഞങ്ങളിപ്പോഴും എൻ്റെ നല്ലത് അദ്ദേഹവും ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നല്ലത് ഞാനും ആഗ്രഹിക്കുന്നു. എനിക്ക് നല്ല ലൈഫ്, പുള്ളിക്ക് നല്ല ലൈഫ്. അത് നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴേ അതിനകത്ത് കൂടുതൽ ആൾക്കാർക്കും ഒരു സംശയം തോന്നുന്നു പറഞ്ഞാൽ ഈ ചേച്ചി ഇപ്പം ഭയങ്കര ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാ ജീവിക്കുന്നതാണ്. അതിനകത്ത് കാണുമ്പോൾ പലർക്കും എന്നോട് തന്നെ പേഴ്സണലി പലരും ഞാനത് ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പുള്ളിക്കാരി ഇപ്പം എങ്ങനെ വലിയ കഷ്ടത്തിലാണോ, എങ്ങനെയാണ് പുള്ളിക്കാരുടെ ജീവിതം? ശരിക്കും ഡാൻസ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് എന്താണ് ചേച്ചിയുടെ? ഇതൊക്കെ തന്നെ എൻ്റെ ഹാപ്പിനെസ്. എപ്പോഴും കുട്ടികളുമായിട്ട് എനിക്ക് കുട്ടികളില്ല. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളെ 3 കുട്ടികളാണ് എൻ്റെ കുട്ടികളെ പോലെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല പാർട്ടിയിലാണെങ്കിലും ബാലസംഘത്തിൻ്റെ ചാർജാണ് എനിക്കുള്ളത്. അവിടെയും കുട്ടികളാണ്. അവരുമായിട്ട് കഴിയുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. സ്കൂളിലാണെങ്കിലും നേരത്തെ എനിക്ക് സ്കൂളുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് അങ്ങ് നിർത്തിയതാണ്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് സന്തോഷം. അത് മാത്രമല്ല എനിക്കിപ്പോൾ പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആലപ്പുഴയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ മഹിളാ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമുണ്ട്. അതിലെ പ്രവർത്തകരൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും പ്രോഗ്രാംസ് അല്ലേ, എപ്പോഴും പ്രോഗ്രാംസാണ്. അതിലൊക്കെ ഞാൻ സന്തോഷമുണ്ട്. എനിക്ക് പിന്നെ സങ്കടമുണ്ട്. സങ്കടം ഇല്ല എന്ന് പറയത്തില്ല, നമ്മൾ മനുഷ്യരല്ലേ, സങ്കടങ്ങളുണ്ട്. ചേച്ചി ഒരു കാലത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ സഹോദരി സങ്കല്പം എന്ന് പറഞ്ഞാൽ ഉഷയായിരുന്നു. ഏതൊരു നല്ല സിനിമ എടുത്താലും, കിരീടമായാലും ശരി, ചെങ്കോലായാലും ശരി, ആധാരം ആയാലും ശരി, അങ്ങനെ ഒരുവിധം നല്ല സിനിമകളുടെ ഒക്കെ ഭാഗമായിട്ട് സഹോദരിയായിട്ട് നിന്നു. ആ ഒരു കാലഘട്ടം സിനിമയിൽ ഇനി ചേച്ചിക്ക് തിരിച്ചു വരണമെന്ന് തോന്നിയാലും അന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്ന പോലുള്ള അവസരങ്ങൾ, സഹോദരിയാകാം, അമ്മയാകാം, ഇപ്പോഴത്തെ സിനിമയിൽ 2024 സിനിമയെത്തി നിൽക്കുമ്പോൾ സിനിമയിലേക്കുള്ള ഒരു വലിയ എൻട്രി സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നായികയായിട്ടൊന്നും എന്തായാലും ഇനി അഭിനയിക്കാൻ, നായികയായിട്ടല്ല, ക്യാരക്ടർ റോൾ ചെയ്യണമെന്നാണ് നമുക്ക് ആഗ്രഹം. ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റും. സിനിമ മാറി ഒരുപാട് മാറി. ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞ് അഭിനയിക്കുന്ന ചീന ട്രോഫിയില്ല ധ്യാൻ ശ്രീനിവാസന്റെ ഒരു റീ എൻട്രി ആ പടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സിനിമ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. ഞാൻ പിന്നെ വളരെ കുറച്ച് 2-3 പേരെ പഴയ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം യൂണിറ്റ് ബോയ്സ്, പിന്നെ യൂണിറ്റിലെ പിള്ളേർ, ലൈറ്റ് ബോയ്സ് ഒക്കെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. 1-2 പേര്. ബാക്കി സകല ആൾക്കാരും മാറി. മേക്കിംഗ് വേറെ രീതിയിൽ, അഭിനയവും വേറെയാണ്. നമ്മൾ നേരത്തെ അഭിനയിച്ച പോലെയല്ല, പെരുമാറിയാൽ മതി നമുക്ക്. ഞാൻ കുറച്ച് പഴയതുപോലെ അഭിനയിച്ചപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഡയറക്ടർ അനിൽ പുതിയ ഡയറക്ടർ. അനിൽ പറഞ്ഞു, അത് വേണ്ട ചേച്ചി, അങ്ങനെ വേണ്ട ചേച്ചി സാധാരണ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിൽ ജാഫറിൻ്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പിന്നെ അത് അങ്ങനെ സിനിമ മാറിയിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പിന്നെ തിരിച്ചു വരവിനെ കുറിച്ച് ഇനി പഴയതുപോലെ അഭിനയിക്കാൻ പറ്റുമെന്ന് എല്ലാ സിനിമയിലും ഉണ്ട് ക്യാരക്ടറുകൾ. ഇപ്പോൾ ആവേശം,
പിന്നെ ഞാൻ കണ്ടില്ല. ആവേശം, മഞ്ഞുമ്മൽ ബോയ്സ് എല്ലാം ഭയങ്കര ഹിറ്റായി ഓടുന്ന പടങ്ങളാണ്. അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ, ഞാൻ കാണാൻ പോകുമല്ലോ സിനിമ, കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. ഈ സിനിമകളിലൊക്കെയാണ് അഭിനയിക്കേണ്ടത്, എന്ത് രസമല്ലേ, ഈ സിനിമയിലൊക്കെ എനിക്കും അഭിനയിക്കണമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയ കാലത്തെ സിനിമകളിൽ അവസരം വേണം. അതിനു വേണ്ടിയിട്ട് പിന്നെ പടം വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ പെപ്പയുടെ കൂടെയുള്ള പടം, അതൊക്കെ നല്ലൊരു സിനിമയായിരിക്കും. ആർഡിക്സ്, പിന്നെ നമ്മുടെ ആർഡിക്സിൻ്റെ പ്രൊഡ്യൂസർ സോഫിയ പോൾ പ്രൊഡ്യൂസ് ചെയ്ത പുതിയ സംവിധായകനാണ് അജിത് മാമ്പള്ളി. ആ സിനിമ, പിന്നെ ഇനിയിപ്പോൾ ശ്രീനാഥ് ബാസിയുടെ കൂടെ ഒരു സിനിമ പുതിയത് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ 2-3 പ്രോജക്റ്റുകളൂടെ ഉണ്ട്. ഹസ്ബൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമുണ്ട്. ഹസ്ബൻഡ് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഹസ്ബൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ മികച്ചൊരു വേഷത്തിൽ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്രദറിനോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ബ്രദർ ഒത്തിരി പടം പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അഭിനയിക്കണമെന്ന്. കാരണം ആ സമയത്ത് എൻ്റെ ഉമ്മച്ചിക്ക് ക്യാൻസറായിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ പാടേ സിനിമയിൽ നിന്നും ചെയ്തുകൊണ്ടിരുന്ന സീരിയലിൽ നിന്നും എല്ലാം മാറി ഉമ്മച്ചിയെ നോക്കാൻ വേണ്ടി മാത്രം എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ഒരു 7 വർഷത്തോളം ഞാൻ മാറി നിന്നത്. അപ്പോഴാണ് ഞാൻ സിനിമയൊന്നും വേണ്ട, ഒരു പരിപാടിയും വേണ്ട എന്ന് പറഞ്ഞ് നിന്നത് ഞാൻ ഉമ്മച്ചിയെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ സമയത്ത് നമുക്ക് എൻ്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു ഉമ്മച്ചിക്ക്. ഞാനുമായിട്ട് അത്രയും, എല്ലാ അമ്മമാരും മക്കളുമായിട്ട് അറ്റാച്ച്ഡാണ്, എന്നാലും എൻ്റെ ഒരു പ്രസൻസ് വാപ്പിയും കൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് നന്നായിട്ട് ഉമ്മച്ചിയെ നോക്കണമായിരുന്നു. അപ്പോൾ ഉമ്മച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും മാറി നിന്നു. അപ്പോഴത് ആ സമയത്തൊക്കെ നമ്മൾ സജീവമായിട്ട് ബ്രദർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും ഞാൻ ചോദിച്ചിട്ട് പോലും ഇല്ല. എന്നാൽ ഞാൻ സെറ്റിൽ പോവും, സിനിമയുടെ ആ ലൊക്കേഷനിൽ പോവും, ചില ഇടപാടുകളൊക്കെ നടത്താൻ ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ബ്രദറിന് സമയം അവൻ ചെന്നൈയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ നീ പോകണമെന്ന് പറയും, ഞാൻ ആ പൈസയും കൊണ്ടൊക്കെ സെറ്റിൽ ചെയ്യാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്, ഫംഗ്ഷനും ഒക്കെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് മാറി നിന്നു, സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കിരീടം എന്ന് പറയുന്ന ഒരു സിനിമ മലയാളി മനസ്സിലൊരു നൊമ്പരമായ സിനിമയാണ്. അതും കിരീടം, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെങ്കോലും. കിരീടത്തിലൊരു ഭയങ്കര സാധുവായ ഒരു സഹോദരി. ചെങ്കോലിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു ചേച്ചി ഏതാണ്ട് 70ഓളം സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ആ ചെയ്ത സിനിമകളിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെങ്കോലിൽ. ഈ 2 ക്യാരക്ടറുകൾ തമ്മിലുള്ള ആ ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയായിരുന്നു സംഭവിച്ചത്? ആക്ച്വലി പിന്നെ കിരീടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സിനിമയിൽ വന്ന സമയമാണ്. എനിക്ക് സിനിമയെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. സിബി സാറ് പറഞ്ഞു തരുന്നു, ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളതേ എനിക്കുള്ളൂ. അതേസമയം ചെങ്കോൽ അങ്ങനെയല്ല. കുറേ നാൾ കഴിഞ്ഞു, 3-4 വർഷം, 94ലാണ് ചെങ്കോൽ. ആ സമയത്താണ് ഞാൻ പാടിയ ഓഡിയോ കാസറ്റ്, ഹദിയ എന്ന് പറയുന്ന ഓഡിയോ കാസറ്റ് ജോണി സാഗരിക റിലീസ് ചെയ്യുന്നത്. അതും ലാലേട്ടനാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ കുറേ സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞുകൊണ്ട് തന്നെ കിരീടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ആദ്യം തന്നെ അവർ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഞാനും ഇല്ല, പാർവതിയും ഇല്ല, ജയറാം പാർവതി കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് അവരത് പെൻഡിങ് വെച്ചു. ഇനിയിപ്പോൾ നടക്കൂല, രണ്ടുപേരും ഇല്ലല്ലോ. വീണ്ടും ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരപ്പോൾ പെട്ടെന്ന്, അതായത് ചെങ്കോലിൻ്റെ 2ാം ഭാഗം ചേച്ചി അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം സംഭവിച്ച സാധനമാണ് എന്നാണ് സിബി സാർ എന്നോട് പറഞ്ഞത്. നമുക്ക് പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അല്ല, എനിക്ക് അത് സാറ് ഇപ്പം ഞാൻ ഓർത്തതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ സാന്ത്വനത്തിൻ്റെ ലൊക്കേഷനിൽ, സാന്ത്വനം സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു. ഞാൻ അവിടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ, അതിനടുത്തൊരു ഫംഗ്ഷന് പോയപ്പോൾ ആലുവ പാലസിൽ വെച്ച് സിബി സാറിനെ കണ്ടു. അവിടെ സാന്ത്വനത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് സാർ പറഞ്ഞത്, ഞാൻ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയല്ലേ, ഞങ്ങൾ അന്ന് തന്നെ കിരീടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്തതാണ്, പാർവതിയും കല്യാണം കഴിഞ്ഞു പോയി, ഉഷയും അഭിനയിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാണ് എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ പോകണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ വെച്ചതാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടൻ വീട്ടിൽ വന്നിട്ട് വന്ന് കിരീടത്തിൻ്റെ 2ാം ഭാഗം ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് അഡ്വാൻസും ഒക്കെ തന്നിട്ട് അത് ഡേറ്റും ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയി 1 മാസത്തോളം ഉണ്ടായിരുന്നു. വലിയ കാര്യമാണ് ഈ പറയുന്നത്. അതായത് ക്ലാസിക് സിനിമകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന സിനിമയുടെ കഥയാണ് ഇപ്പൊ ഈ വളരെ നിസ്സാരമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ആ സിനിമയുടെ ലൊക്കേഷൻ, ചെങ്കോലിന്റെ ലൊക്കേഷൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പൊന്നമ്മ ചേച്ചി, ഞങ്ങൾ ഭയങ്കര അടുപ്പമാണ്, ഞാനും പൊന്നമ്മ ചേച്ചി. തിരുവനന്തപുരത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ് അത് ചെങ്കോല്. കഥ ഭയങ്കര ട്രാജഡി ആണെങ്കിലും ഞങ്ങൾ ആ ലൊക്കേഷനിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അന്ന് ഓണം
ഓണം സമയമാണ്. ട്രിവാൻഡ്രത്ത് ഓണം സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അന്ന് വേണുഗോപാലിൻ്റെ പൂജപ്പുരയിൽ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട് എന്നും. അപ്പോൾ എന്നും വൈകുന്നേരം നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാനും പൊന്നമ്മ ചേച്ചിയും കൂടെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഇങ്ങനെ എല്ലാ പരിപാടിക്കും പോകും. അപ്പോൾ രാവിലെ ലൊക്കേഷനിൽ വരുമ്പോൾ അപ്പോൾ ഞങ്ങളിവിടെ സെറ്റിലാരോടും പറയില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോ ഫംഗ്ഷൻ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. ഇവിടെ നിന്ന് ലൊക്കേഷനിൽ അറിയും ഇത് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ചെന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇന്ന് എവിടുത്തെ ആൾക്കൂട്ടത്തിലാണ് നിങ്ങൾ പോകുന്നത് ഒന്ന് അറിയിക്കണം, നേരത്തെ വിടാനാണ്. ഇതൊക്കെ ഭയങ്കര തമാശയായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ അവിടെ വെച്ച് ഒരു പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടനൊക്കെ കൂടെ ഉൾപ്പെട്ട് കേക്ക് അതൊക്കെ നമുക്ക് ഓർമ്മകളാണ്. പിന്നെ ലോഹിത സാറ് അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് നിവേദ്യത്തിൻ്റെ കഥ ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചിട്ട് പറഞ്ഞിരുന്നു. വേറൊരു തരത്തിലാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു കഥ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു. അതുപോലൊരു ക്യാരക്ടർ പിന്നെ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല മലയാള സിനിമ. അതിന് മുമ്പോ അതിന് ശേഷവും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ സിനിമ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ കൃത്യമായ ആ ഒരു കാഴ്ച ആ സിനിമയിലുണ്ട്, നമുക്ക് മനസ്സിലാവും. ഉഷ എന്ന ക്യാരക്ടറാണ് ഒരു പക്ഷേ ആ സിനിമ ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട്. അത് ലാലേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. പവിത്രം എന്ന് പറയുന്ന സെറ്റിൽ എൻ്റെ രണ്ടാമത്തെ ഓഡിയോ കാസറ്റ് ലോഞ്ചിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടി പവിത്രത്തിൻ്റെ ലൊക്കേഷനിൽ ഞാനും ഫാദറും കൂടെ പോയപ്പോൾ ചെങ്കോളിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു സമയമാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് ഉഷ വളരെ ഗംഭീരമായിട്ടുണ്ട്, ഇത് ഉഷയുടെ സിനിമയാണ് എന്ന് എന്നോട്. എനിക്കത് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ തുല്യമല്ല, ലാലേട്ടൻ പറയുമല്ലോ. എനിക്കതിൻ്റെ അന്നൊന്നും അത്ര വലിയ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. ഇപ്പം ആ പടമൊക്കെ ഇത്രയും ഭയങ്കര ഇതാണ്, ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള ഇപ്പം ഓരോരുത്തർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലാലേട്ടനായിട്ട് ഭയങ്കര നല്ല ബന്ധമല്ലേ? നിങ്ങൾ നല്ല ബന്ധമല്ലേ? നല്ല അടുപ്പമാണ്. എൻ്റെ അടുത്ത് ചേച്ചി ഇങ്ങനെ സംസാരിച്ച വഴിക്ക് പറഞ്ഞിരുന്നു എന്നെ ബിഗ് ബോസിൽ വിളിച്ചിരുന്നു എന്ന്. ഈ പ്രാവശ്യത്തെ എന്താ പിന്നെന്താ വേണ്ടെന്ന് വെച്ചാൽ അത് അല്ല, എനിക്ക് നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എനിക്ക് ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. സ്കൂള് തുടങ്ങേണ്ട സമയമായിരുന്നു. ഈ പുതിയ സ്കൂള് മാർച്ച് 3-ാം തീയതി ആയിരുന്നു ഉദ്ഘാടനം. അപ്പോൾ അവർ പറഞ്ഞത് ഫെബ്രുവരി ലാസ്റ്റ് തൊട്ട് 20 തൊട്ട് ഉള്ള ഡേറ്റാണ് അവർക്ക് വേണ്ടതെന്ന്. ആ സമയത്തൊന്നും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ എനിക്ക് വലിയ താല്പര്യവും ഇല്ലായിരുന്നു ആ ഷോയ്ക്ക് പോകാൻ. ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വരിക എന്ന് പറയുന്നത് കുറച്ചുകൂടെ പോപ്പുലർ ആകുക, വീണ്ടും കുറച്ചുകൂടെ പോപ്പുലർ ആകാൻ പറ്റുന്ന ഒരു അവസരമല്ലായിരുന്നു? ആയിരിക്കും. പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ വിഷമമുണ്ടോ? എനിക്കൊരു വിഷമമില്ല. എനിക്ക് ഒന്നിനോടും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എനിക്ക് ഒന്നിനോടും അങ്ങനെ വലിയ വിഷമമൊന്നുമില്ല. കാരണം നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും. നമുക്ക് ഇതേ വിധിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന എന്തിനാ? ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ട്, ഉഷ ഡൈഹാർഡ് ഫാൻസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അറിയാല്ലേ? അതിനകത്ത് DP വെച്ചിരിക്കുന്നുണ്ടോ? ഒരു നല്ല മറ്റേ സിൽക്കി ഹെയർ ഒക്കെ, ഗോൾഡൻ ഹെയർ ഒക്കെ ആയിട്ട്, അതായത് അത് എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് എൻ്റെ DP വെച്ചിരിക്കുന്നത്. എനിക്ക് അക്കൗണ്ട് ഉണ്ട് ഫേസ്ബുക്കിൽ. അതൊക്കെ ഈ അടുത്താണ് ഞാൻ അതൊക്കെ സജീവമായിട്ട് നോക്കുന്നത്. ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഞാൻ അതിനകത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ ആ ഉഷ ചേച്ചി ഡൈഹാർട്സിലെ അഡ്മിൻ അതെടുത്തോണ്ട് പോകും. അപ്പോൾ യൂട്യൂബിലും ഒക്കെ ഇടും. ഞാൻ കാണാറുണ്ട്. കാണുമ്പോൾ ഇതൊക്കെ ഈ പയ്യൻ ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു? പയ്യനാണെന്ന് മനസ്സിലായോ? എന്നോട് ഒരു പിന്നെ രോഹൻ തോമസ് ചെറിയാനെന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇത് അഡ്മിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ പയ്യനെ എനിക്കറിയില്ല, ആരാണെന്ന് ഞാൻ തിരക്കിയതായിരുന്നു. എൻ്റെ പരിചയക്കാരിങ്ങനെ വന്ന് ഇങ്ങനെ ഒരു പേജ് ഉണ്ട് അറിയാമോ എന്ന് വെച്ചാൽ ആരാണത് ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യനാണ്, ബാംഗ്ലൂർ എങ്ങാണ്ടുള്ളൊരു പയ്യൻ, ആലപ്പുഴക്കാരനാണെന്ന് തോന്നുന്നു, പക്ഷെ ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു. എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ ഓണത്തിന് നമ്മുടെ സീരിയൽ തുടങ്ങിയ സമയത്ത് ഒരു ഓണപ്പരിപാടി ചെയ്തിരുന്നു. ഓണപ്പരിപാടി ചെയ്തപ്പോൾ അതിനകത്ത് അവരുടെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ആർട്ട് കോസ്റ്റ്യൂംസിലും ഞങ്ങളൊരു വീഡിയോ എടുത്തു, ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ. ആ വീഡിയോ ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്തു. അത് എടുത്ത് പേജിലേക്കിട്ടു. പേജിലിട്ടപ്പോഴത്തേക്ക് എന്നെ ചാനലിൽ നിന്ന് വിളിച്ചു. ചാനലിൽ നിന്ന് വിളിച്ചിട്ട് അവർ ഷൂട്ട് ചെയ്ത സാധനം ഒന്നും അതിനെക്കുറിച്ച് എഡിറ്റിങ് പോലും തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ അത് ഒരു പേജിൽ വന്നത് അതൊന്ന് ഡിലീറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ പേജ് അക്കൗണ്ടിൽ നിന്ന് അത് അപ്പോഴേ ഡിലീറ്റ് ചെയ്തു. ഇയാളോട് എനിക്കറിയാൻ പോലും ഇല്ല. ഞാൻ പിന്നെ മെസ്സഞ്ചറിൽ കയറിയിട്ട് ഒരു മെസ്സേജ് അയച്ചു, നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആ പയ്യനത് ഡിലീറ്റ് ചെയ്ത് സോറിയൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല,
ഓ ഇല്ല, ഒരു ശല്യമില്ല, കുഴപ്പമില്ല. അങ്ങനെ നല്ലൊരു കഷ്ടപ്പെടുന്നില്ലേ അത്രയും? ഇത്രയും ചേച്ചി ഫേസ്ബുക്കിൽ ഇടുന്ന എല്ലാം അത്രയ്ക്ക് ഇരുന്ന് കണ്ട് അല്ലാതെ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഇടുന്നുണ്ട്, ഷോർട്സ്, പുള്ളി റീൽസ് ഒക്കെ ഇഷ്ടംപോലെ ഒരുപാട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചേച്ചിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് അത് ചെയ്യാൻ എന്റെ വലിയ ആരാധകനാണ്. അതെ അതെ, അത് പറഞ്ഞായിരുന്നു. ക്ലീഷേ ഇങ്ങനെ പറയുമ്പോ ചിരിയായിരുന്നല്ലേ? എനിക്ക് എത്ര ആരാധകരാണുള്ളത്. നന്നായിരിക്കട്ടെ, അങ്ങനെ തന്നെ വരട്ടെ. ഈ നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ടാണ് ചേച്ചിയുടെ ആദ്യ സിനിമ. അതിലൊരു ബാലതാരമായിട്ടാണ് ചേച്ചി 84-ലാണെന്ന് തോന്നുന്നു അല്ലേ ആ സിനിമ റിലീസ് ആവുന്നത്. അതിനുശേഷം ചേച്ചി ബാലേന്ദ്രമേനോന്റെ ഒരു സിനിമയിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഹസീനയിൽ നിന്ന് ഉഷയിലേക്ക് മാറുന്നത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതായിരിക്കാം, എങ്കിലും കുറഞ്ഞ ചെറിയായിട്ട് ഒന്ന് പറയാമോ എങ്ങനെയായിരുന്നു ആ മാറ്റം എന്നൊക്കെ ഉള്ളത്? അത് പിന്നെ എല്ലാ നായികമാരുടെയും പേര് സാറ് മാറ്റുമായിരുന്നു. അങ്ങനെ എൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ബാപ്പയോട് ബാപ്പ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് എൻ്റെ മോൾക്കിട്ടിരിക്കുന്നത്, ഇനി വേറെ ഒരു പേരിടണമെന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ സാറ് പറഞ്ഞത് ഇപ്പം പല സ്ഥലത്തും ഷൂട്ടിനൊക്കെ പോകുമ്പോൾ, പിന്നെ പല അമ്പലങ്ങളിലൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എന്ത് അടിസ്ഥാന ഇപ്പോഴതൊക്കെ പറയുന്നു, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അയ്യോ സാർ അന്നേ അത് പറഞ്ഞു, ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അത് പ്രശ്നം. പിന്നെ ന്യൂമറോളജി വെച്ച് നോക്കിയിട്ടൊക്കെയാണ് എന്തായാലും മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് സാറിട്ട പേരാണ്. അപ്പോൾ അത് മാറ്റാൻ പിന്നീട് എല്ലാവരും പറഞ്ഞു, രണ്ടാമത്തെ പടമൊക്കെ ആയപ്പോഴത്തേക്ക് അത് മാറ്റണമെങ്കിൽ മാറ്റാമെന്ന്. അപ്പോൾ വേണ്ട, സാറിട്ട പേരല്ല, ഒരു ഗുരു നിന്ന വേണ്ട, അതവിടെ അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ ഉഷ എന്ന പേരിട്ടതിന് നമ്മുടെ ഇവിടെ കുറേ പേർക്കൊക്കെ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ഹസീന എന്നുള്ള പേര് മാറ്റി ഉഷ എന്നാക്കിയതിനെ കുറിച്ച് ഞങ്ങളുടെ ബന്ധുക്കൾക്കും ബാപ്പിയുടെ സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ വലിയ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ഇടുന്നുണ്ട്. ഉഷ എന്ന് പറഞ്ഞൊരു കോമൺ നെയിമാണ്. ഇപ്പൊ നിഷ എന്നുള്ള പേര് പണ്ടൊക്കെയാണ് അത് പിന്നെ ഹിന്ദുക്കൾ മാത്രം ഇടുന്നത്, ഇപ്പൊ മുസ്ലിംസും എല്ലാ ആൾക്കാരും ഇടുന്നുണ്ട് നിഷ, അങ്ങനെ പല പേരും ഇടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എന്താ അർത്ഥം? ഒന്ന് ചേച്ചി ഇടതുപക്ഷ സഹയാത്രികയാണ്, ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് ഇടതുപക്ഷ സഹയാത്രിക എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയുന്നത്? ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒന്ന് പറയാമോ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്, വിവാദപരമായ. എന്നിട്ട് വേണം ഇനി ഇതിന്റെ താഴെ കുറെ കമന്റ്സുമായിട്ട് ആൾക്കാർ വരെ. എന്തിനാണ്? ധൈര്യമായിട്ട് പറയാം ചേച്ചിക്ക് തോന്നുന്നത്. പൊളിറ്റിക്സിനെ കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യം. ആലപ്പുഴയിൽ ആര് ജയിക്കും? ഉറപ്പിച്ച്. കേരളത്തിൽ 20-ൽ എത്ര സീറ്റ് ഇടതുപക്ഷം? 20 കിട്ടണമെന്നാണ്, 20 കിട്ടണം. എന്നാലും മാക്സിമം സീറ്റ് കിട്ടും. എത്ര വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ചേച്ചി? ചേച്ചിയുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവുമല്ലോ പ്രവർത്തനം ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഞാനങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എങ്കിലും ഒരു 10-12 സീറ്റ് 10-ന് മുകളിൽ എന്തായാലും കിട്ടുമെന്നാണ് ഉറപ്പ്. നമ്മുടെ മുഖ്യമന്ത്രി രണ്ടാം ഊഴമാണല്ലോ ഇപ്പോൾ. അതെ. കേരളത്തിന്റെ ഈ ഭരണത്തെക്കുറിച്ച് പൊതുവിൽ ഒരു സമ്മിശ്രമായ പ്രതികരണമാണ്. എത്ര മികച്ചതാണെന്ന് പറയുന്നവരില്ല, എന്നാൽ മോശമാണെന്ന് പറയുന്നവരില്ല. ഒരു ഇടതുപക്ഷ സഹയാത്രിക്ക് എന്താണ് തോന്നുന്നത് കേരള ഭരണത്തെക്കുറിച്ച്? നമ്മുടെ സർക്കാർ നല്ല ഭരണമല്ലേ കാഴ്ചവെക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ 10 വർഷമായില്ലേ, ഈ നമ്മൾ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം എന്ന് പറയുന്ന കോവിഡ് മഹാമാരി വന്ന സമയത്തും പ്രളയം വന്ന സമയത്തുമൊക്കെ നമ്മുടെ ഈ ഇടത് സർക്കാർ നമ്മുടെ ജനങ്ങളെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത്? അത് മാത്രം നമ്മളൊന്ന് ഓർത്താൽ മതിയല്ലോ. പിന്നെ എപ്പോഴാണെങ്കിലും എത്ര നല്ലത് ചെയ്താലും ഒരു ചെറിയ പോരായ്മ ഉണ്ടായാൽ അതിനെ ഭയങ്കരമായിട്ട് വലുതാക്കി കാണിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വികസനങ്ങൾ തന്നെ നോക്കൂ. നമ്മുടെ നാട്ടിലെ റോഡുകളും ഞങ്ങളുടെ ആലപ്പുഴ മാത്രം എടുത്താൽ മതിയല്ലോ, എന്തുമാത്രം വികസനങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നു. അത് കേരളത്തിൽ ഉടനീളം ഉണ്ടല്ലോ, നല്ല വികസനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ മേഖലയിലും. വിദ്യാഭ്യാസ മേഖലയിൽ, പിന്നെ ഹോസ്പിറ്റൽ, ആരോഗ്യ മേഖലയിലും, എല്ലാ മേഖലയിലും. ഞാനൊക്കെ പഠിച്ച LP സ്കൂൾ, പിന്നെ പ്രൈമറി സ്കൂളുകൾ ഇപ്പോൾ പോയി നോക്കണം, ആ സ്കൂളൊക്കെ എത്ര സൗകര്യമുണ്ട്. ഞാൻ ഈ വെക്കേഷൻ ക്യാമ്പ് സാധാരണ ആ സ്കൂളുകളിൽ വെച്ചാണ് നടത്തുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെ സർക്കാർ സ്കൂള് വേറെ ഒന്നിനും കൊടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വെക്കേഷൻ ക്യാമ്പ് എപ്പോഴും ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൽ വെച്ചാണ്. ആ സ്കൂളൊക്കെ ഞാൻ ചെന്ന് ഈ പിന്നെ കുറേ ഇപ്പം 4-5 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മുതൽ എത്ര നല്ല സൗകര്യങ്ങളാണ്. നമ്മളൊക്കെ പഠിച്ച കാലത്തുള്ള സ്കൂളൊന്നും അല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ ബെഞ്ചിലൊക്കെ ഇരുന്നും പിന്നെ
ഫാനൊന്നും ഇല്ലല്ലോ. ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സ്കൂളിൽ ഭക്ഷണമുണ്ട്. അത് എല്ലാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയതാണെന്നാണോ ചേച്ചി പറയുന്നത്? അതോ 10 വർഷത്തിനിടയ്ക്കുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതായത് 10 കഴിഞ്ഞ രണ്ട് ടേമായിട്ടുള്ള സംഭവം. ഒരുപാട് വികസന പ്രവർത്തനം എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. കമ്മി എന്നുള്ള പേര് ഇപ്പം നല്ല ഡീസന്റ് ആയിട്ട് താഴെ കമന്റ് ആയിട്ട് ചാർത്തപ്പെടും. അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്. ഞാൻ വിളിച്ചപ്പോഴത് ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞതല്ലേ, പക്ഷെ സമ്മതിച്ചില്ല. ഇതിന് പിന്നിൽ എന്ത് കമന്റ് വന്നാലും അതിന് സത്യം തന്നെയായിരിക്കും. ആലപ്പുഴയിൽ നിറയെ ബോർഡുകൾ ഉള്ളത് ആലപ്പുഴയിൽ നിന്നൊരു വനിതാ കേന്ദ്രമന്ത്രി എന്നതാണ്. BJP ഈ നാട്ടിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ട് കേരളത്തിൽ? ഇല്ല. ആലപ്പുഴയിലെ വനിതാ കേന്ദ്രമന്ത്രിക്ക് എതിരെ നിങ്ങൾ ചിട്ടയായ പ്രവർത്തനങ്ങൾ തന്നെ നടത്തിയിരിക്കുന്നത്. അത് എല്ലാ കാലത്തും ഇടതുപക്ഷം അങ്ങനെ ചിട്ടയായ പ്രവർത്തനം തന്നെയാണല്ലോ നടത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ ആ പഴയ ആശയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് ഒരുപാട് പരാതികൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പണ്ട് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ചേച്ചി നേരത്തെ പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ ചേച്ചി ഒരു മരണ വീട്ടിൽ നിൽക്കുമായിരുന്നു. നിറയെ ആൾക്കാർ പണ്ട് മരണ വീട്ടിലും അതുപോലെ ഈ വിവാഹങ്ങളിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിന്ന് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പം ഇടതുപക്ഷം ജനങ്ങളിൽ നിന്നൊന്ന് മാറി അവർക്കൊരു ഒരു ഈ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നത് പരാതിയുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നവരാ. ഞാൻ പറയുന്നത് നിങ്ങളുടെ അല്ല, നമ്മളുടെ പൊതുവെയുള്ള നേതാക്കന്മാരുടെ ഒരു പ്രവർത്തനങ്ങൾ. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ആലപ്പുഴയിൽ എങ്ങനെയാ? എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നേതാക്കന്മാരും ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇലക്ഷൻ നിൽക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ല, ഒരു പ്ലാനും ഇല്ല. അടുത്ത പ്രാവശ്യം ആലപ്പുഴയിലോ അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലോ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ പാർട്ടിയല്ലേ എല്ലാ കാര്യം. പാർട്ടി തീരുമാനിക്കണം. അല്ല, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് പറഞ്ഞൊന്നും നമ്മുടെ പാർട്ടിയിൽ അതൊന്നും നടക്കത്തില്ല, ഈ പാർട്ടിയിൽ അത് നടക്കത്തില്ല. ഈ പാർട്ടി ആ കമന്റ് വേണ്ടല്ലേ, അങ്ങനെയുള്ള കമന്റുകൾ വേണ്ട. ഇനി വീണ്ടും നമ്മൾ സിനിമയിലേക്ക് വരികയാണ്. സിനിമ ഒരു കാലത്ത് സമ്മാനിച്ച കുറേ ഈ പറഞ്ഞ സൗഹൃദങ്ങളും സന്തോഷങ്ങളും ഉണ്ട്. മലയാള സിനിമ മാറിയ കാലഘട്ടത്തിൽ ഈ സൗഹൃദങ്ങളും സന്തോഷങ്ങളും സിനിമ സെറ്റിൽ പോകുമ്പം അത് ഫീൽ ചെയ്യാറുണ്ടോ? ചേച്ചി നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനും പൊന്നമ്മ ചേച്ചിയും കൂടെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സിറ്റി മുഴുവൻ കറങ്ങി എല്ലാം കണ്ട് ഞങ്ങൾ ഭയങ്കര ജോളിയായിട്ട് നടന്നു. ഈ പുതിയ കാലഘട്ടത്തിൽ സിനിമയിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമ ഞാനിപ്പോൾ വളരെ കുറവല്ലേ ചെയ്യുന്നത്. അല്ല, എന്നാലും സിനിമയായിട്ട് ബന്ധമുണ്ട്. അവരെങ്ങനെയാണെന്ന് ഞാൻ അറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ചെയ്തത് ഇപ്പോൾ അടുത്തതൊരു സീരിയലാണ്. സിനിമ ചെയ്തു, പക്ഷെ ഞാൻ ദിവസവും വീട്ടിൽ നിന്ന് വന്നു പോകുമായിരുന്നു ആ സിനിമയ്ക്ക്, ധ്യാൻ്റെ പടത്തിന് കൊല്ലത്ത്. പക്ഷെ ഞാനിപ്പോൾ ചെയ്ത പെപ്പയുടെ അടുത്ത് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അത് തന്നെ. അയ്യോ, പെപ്പയൊക്കെ എന്ത് നല്ല പെരുമാറ്റമാണ്, എന്നോട് ഭയങ്കര സ്നേഹവും ഭയങ്കര അത്ഭുതി പറഞ്ഞതുപോലെ പെപ്പയുടെ പ്രായത്തിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട്. ഞാൻ സിനിമയിൽ നായികയായിട്ട് വന്നു. പെപ്പയ്ക്ക് കണ്ടപ്പോൾ 34 ഒക്കെ ഉള്ളൂ ഏജ്. പെപ്പയുടെ വൈഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു എല്ലാവരും, ആ സെറ്റിലുള്ള എല്ലാവരും. ഞങ്ങൾ ഡെയിലി ഷൂട്ട് കഴിഞ്ഞാൽ വർക്കല ബീച്ചിൽ പോകും. വർക്കലയിലായിരുന്നു ലൊക്കേഷൻ. അതിന്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിലുണ്ട്, അതും എടുത്ത് മറ്റേ ഗ്രൂപ്പിൽ എല്ലാം ഇടും. എൻ്റെ സ്കൂളിൻ്റെ വരെ ഇടും പുള്ളി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് തന്നെയാണ് ആ പടത്തിൻ്റെ ലൊക്കേഷനിൽ എല്ലാവരും. എനിക്ക് പിന്നെ ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ ഉള്ളൊരു റെസ്പെക്റ്റ് അവർ തരുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അവരുമായിട്ട് അവരുടെ ആ ഒരു പ്രായത്തിലേക്കും ഒക്കെ ഇറങ്ങിച്ചേർന്ന് ഞാൻ ഭയങ്കര കമ്പനിയായിട്ട് വളരെ ഹാപ്പി ആയിരുന്നു. 10-20 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഷെഡ്യൂളിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ നല്ലായിരുന്നു. സീരിയലിൻ്റെ ലൊക്കേഷനിലാണെങ്കിലും ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അഭിനയിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ. TSAG മാത്രമാണ് എനിക്ക് നേരത്തെ അറിയുന്നത്. ബാക്കി എല്ലാവരും പുതിയ ഈ ജനറേഷനിലുള്ള പിള്ളേരാണ്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ബാലരാമപുരത്തുനിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ നേരെ നാടൻ കോഴി പെരട്ട് കഴിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പോകും. അത് തന്നെ, ശ്രീകൃഷ്ണ രാത്രി പോവും ഞങ്ങളവിടെ. പിന്നെ അതും വീഡിയോ ഉണ്ടല്ലോ. ഞാൻ ലൊക്കേഷനിൽ നിന്ന് താറാമുട്ടയും തരിക്കഞ്ഞിയൊക്കെ കൊണ്ടുപോയി ഒരു കടയിൽ നിന്ന് വാങ്ങി. ഞങ്ങൾ ഷൂട്ടില്ലാത്തപ്പോൾ അവിടെയൊക്കെ നടക്കാനൊക്കെ പോകും. ശരിക്കും ആ ആരാധകന്റെ ഒരു പ്രൊമോഷൻ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? അത് ഞാൻ എൻജോയ് ചെയ്ത് എങ്ങനെയാണെന്നറിയോ, എന്നെ കാണുമ്പോൾ ആൾക്കാർ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ അക്കൗണ്ടിലുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന പോസ്റ്റൊക്കെ അതിലിടുമ്പോൾ ഞാൻ എത്രയോ പേര് എന്നോട് പറയും ഞങ്ങൾ കണ്ടു, എവിടെ ഞാൻ എൻ്റെ FB-യിലാണോ എന്ന് പറയുമ്പോൾ അല്ല,
മറ്റേ ആ പേജിലാണ് കണ്ടതെന്ന് പറയുന്നത്. അല്ല, സോഷ്യൽ മീഡിയയുടെ ഒരു സാധ്യത ഇപ്പം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഈ ഡാൻസ് സ്കൂളും അതുപോലെ മ്യൂസിക് സ്കൂളും ഒരുപാട് കാര്യങ്ങളിൽ ചേച്ചി ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. അപ്പം സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഇനി മനസ്സിലാക്കി കൂടുതൽ എൻഗേജ്ഡ് ആവുകയല്ലേ വേണ്ടത്? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിനകത്ത് കുറച്ച് റീൽസൊക്കെ ചെയ്തിടണം, ബ്ലോഗ് പോലെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ ഒരു വീഡിയോ വൈറലായതിൻ്റെ പിന്നാലെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ചേച്ചിയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചേച്ചി ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത് ചേച്ചിക്ക് മനസ്സിലായി. ഇനി എന്താണ് ഇവിടുന്ന് മുന്നോട്ടുള്ള, അതായത് ആ വീഡിയോയ്ക്ക് മുൻപും ആ വീഡിയോയ്ക്ക് ശേഷവും ഉഷ എന്താണ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഒരു മാറ്റവും വരത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോകും, കടകളിലും ഒക്കെ പോകും, ഞാൻ തന്നെയാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും കൂടെ പോകും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകും. ഞങ്ങൾ കടകളിൽ ഞാൻ ഒരു മേക്കപ്പും ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര ലിപ്സ്റ്റിക്കും കണ്ണുമൊക്കെ എഴുതി. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരാൾ നടക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. എനിക്കതാ ഇഷ്ടം. ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ക്യാരക്ടറായിട്ട് ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഇത്തിരി ഒരുങ്ങിയൊക്കെ പോകുമെങ്കിലും എനിക്കത് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാകും. എനിക്ക് മുടിയെല്ലാം കൂടെ ഒന്ന് ഒരു ബുഷും ഒക്കെ ഇട്ട് സാധാരണ ഒരു ആൾ നടക്കുന്ന പോലെ നടക്കാനാണ്. ശരി, ഒറ്റ കാര്യം കൂടെ, ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എൻ്റെ സ്കൂൾ നന്നായിട്ട് ഒന്ന് ഡെവലപ്പാക്കി കൊണ്ടുവരണം, പുതിയ പുതിയ പടങ്ങൾ ചെയ്യണം, പിന്നെ നന്നായി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകണം. അതുപോലെ ചേച്ചി അമ്മ അസോസിയേഷനിൽ വളരെ സജീവമാണെന്ന് പറഞ്ഞു. അമ്മ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ അമ്മ അസോസിയേഷൻ്റെ ഈ സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ്? അമ്മ അസോസിയേഷൻ പിന്നെ ഒത്തിരി പേർക്ക് നല്ല ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സപ്പോർട്ടെന്ന് പറയുന്നത് അവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതൊന്നും അമ്മയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊക്കെ ഒരു സംവിധായകരുടെയും പിന്നെ നിർമ്മാതാക്കളുടെയൊക്കെ അവരുടെ ക്രിയേഷനാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിലിപ്പോൾ പിന്നെ ആർക്കാണ് അമ്മ അസോസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരുപാട് പേര് പരാതിയൊക്കെ ഇങ്ങനെ പറയും. അതെ, അല്ല, ഈ അമ്മ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പൊതുവെ ഒരു പരിഹാസം പലപ്പോഴും വരാറുണ്ട്. എന്തുകൊണ്ട് പലരുടെയും ഈ മോശം അവസ്ഥയിലേക്കൊക്കെ പോകുമ്പം എന്തുകൊണ്ട് ഇവരെ അമ്മ അസോസിയേഷൻ സഹായിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതികൾ വരാറുണ്ട് പലപ്പോഴും. അമ്മ അസോസിയേഷൻ ഇവരെയും കൂടെ നോക്കിക്കൂടെ, ഇവരുടെ കാര്യം നോക്കിക്കൂടെ, അത്തരം കമന്റുകളൊക്കെ കാണാറുണ്ടോ? അങ്ങനെ കാണുമ്പോൾ എന്തായിരിക്കും തോന്നുന്നത്? നിങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. ഇല്ല, പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് നോ കമൻസ്. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ഫ്യൂച്ചർ പ്ലാൻസ്, ഫ്യൂച്ചർ കാര്യങ്ങൾ, സന്തോഷമായിട്ട് കുട്ടികളുമൊത്ത് സന്തോഷമായിട്ട് പോവുക. കുറച്ച് സമയം നമുക്ക് തന്നു. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആദ്യമേ തന്നെ എടുത്ത് പറഞ്ഞു എനിക്ക് വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കാം. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. ഒരു പക്ഷേ ഇനി മറ്റൊരവസരത്തിൽ അല്ലെങ്കിൽ സമാധാനമായോ? തൃപ്തിയായോ? സന്തോഷമായി. താങ്ക് യു സോ മച്ച്.